ഇന്ത്യയിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട സംസ്ഥാനം. ശരി ഉത്തരം തെലുങ്കാന. വേലുത്തമ്പിദളവ കുണ്ടർ വിളംബരം പുറപ്പെടുവിച്ച വർഷം. ശരി ഉത്തരം 1809. താഴെ പറയുന്നവയിൽ ആരാണ് ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്തത്? ശരി ഉത്തരം സി കൃഷ്ണൻ നായർ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത. ശരി ഉത്തരം സിസ്റ്റർ അൽഫോൺസ്. ഹിന്ദു സ്വരാജ് ആരുടെ കൃതിയാണ്? ശരി ഉത്തരം ഗാന്ധിജി. സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്ന കാർഷിക വിള. ശരി ഉത്തരം കൈതച്ചക്ക. ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം. ശരി ഉത്തരം ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ശരി ഉത്തരം മുംബൈ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. ശരി ഉത്തരം അയ്യങ്കാളി. പക്ഷികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖ. ശരി ഉത്തരം ഓർണത്തോളജി. അർബുദം ബാധിക്കാത്ത ശരീരാവയവം. ശരി ഉത്തരം ഹൃദയം. കേസരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ശരി ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. കേരളത്തിലെ ഏക വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ശരി ഉത്തരം ആലപ്പുഴ. കേരളം ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനാർ. ശരി ഉത്തരം പി എൻ പണിക്കർ. പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള സിനിമ ഏതാണ്? ശരി ഉത്തരം ചെമ്മീൻ. കേരള സർക്കാരിന്റെ അത്യുന്നത സാഹിത്യ പുരസ്കാരം ഏതാണ്? ശരി ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം. തന്നിട്ടുള്ളവയിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ലാത്ത വ്യക്തി ആര്? ശരി ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ഭാരതരത്ന ലഭിച്ച പ്രൊഫസർ സി എൻ ആർ റാവു ഏതു മേഖലയിലെ ശാസ്ത്രജ്ഞനാണ്? ശരി ഉത്തരം രസതന്ത്രം. 2014 ഏഷ്യൻ ഗെയിംസിന് ആതിഥ്യമരുളിയ രാജ്യം ഏത്? ശരി ഉത്തരം ദക്ഷിണ കൊറിയ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ശരി ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ശരി ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഏത് സംസ്ഥാനത്തെ കൊയ്ത്ത് ഉത്സവമാണ് ബിഹു? ശരി ഉത്തരം അസം. ആയിരത്തി 1957 ഒന്നാം കേരള നിയമസഭയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം എത്ര? ശരി ഉത്തരം 126. ഗ്രീനിച്ച് സമയം രാവിലെ 10 മണിയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്രയാണ്? ശരി ഉത്തരം 3:30 PM. കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം. ശരി ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരി ഉത്തരം ഫ്രഞ്ച് വിപ്ലവം. ഫലങ്ങൾ പഴുപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം. ശരി ഉത്തരം എഥിലീൻ. രസതന്ത്രത്തിനും ഊർജതന്ത്രത്തിനും നൊബേൽ സമ്മാനം ലഭിച്ച വനിത. ശരി ഉത്തരം മാഡം ക്യൂറി. മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചത് ആര്? ശരി ഉത്തരം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം. ശരി ഉത്തരം ബുധൻ.
സമുദ്രത്തിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ശരി ഉത്തരം എക്കോ സൗണ്ടർ. ആകാശത്തിന്റെ നീല നിറത്തിനു കാരണം. ശരി ഉത്തരം പ്രകാശത്തിന്റെ വിസരണം. സൈക്കിളിന്റെ ആക്സിൽ സ്റ്റീൽ ഗോളങ്ങൾക്കിടയിൽ വെച്ച് ഉറപ്പിക്കുന്നത്. ശരി ഉത്തരം ഘർഷണം കുറക്കാൻ. സസ്യങ്ങളുടെ ഇലകളിൽ നിർമ്മിക്കപ്പെട്ട ആഹാരം വേരുൾപ്പെടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത്. ശരി ഉത്തരം ഫ്ലോയം. കൂടംകുളം ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നതെവിടെ? ശരി ഉത്തരം തിരുനെൽവേലി. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് വിസ്കസ് ദ്രാവകം? ശരി ഉത്തരം തേൻ. ദശമൂലാരിഷ്ടത്തിൽ ഉൾപ്പെടാത്ത സസ്യം. ശരി ഉത്തരം തുളസി. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം. ശരി ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. ചിതലുകൾ തിന്നുന്ന സസ്യഭാഗങ്ങളിലെ സെല്ലുലോസ് വിഘടിപ്പിക്കുന്ന ബാക്ടീരിയ ഏത്? ശരി ഉത്തരം അസറ്റോബാക്ടർ. നിശാന്തത ഏത് ജീവകത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ്? ശരി ഉത്തരം ജീവകം ഐ. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. ശരി ഉത്തരം കണ്ണൂർ. പാലിൽ ജലത്തിന്റെ അളവ് നോക്കാൻ സഹായിക്കുന്ന ഉപകരണം. ശരി ഉത്തരം ലാക്ടോമീറ്റർ. കണ്ണാറ ലോക്കൽ എന്നത് ഏത് വിളയുടെ സങ്കരയിനമാണ്? ശരി ഉത്തരം ചീര. 1-ാം തീയതി ചൊവ്വാഴ്ചയാണെങ്കിൽ ആ മാസം 25 തീയതി ഏതാഴ്ചയാകും? ശരി ഉത്തരം വെള്ളി. ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്ന അതിർത്തി രേഖ. ശരി ഉത്തരം മക്മോഹൻ രേഖ. എന്നാണ് മനുഷ്യാവകാശ ദിനം? ശരി ഉത്തരം ഡിസംബർ 10. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ക്രിക്കറ്റ് താരം. ശരി ഉത്തരം സച്ചിൻ തെണ്ടുൽക്കർ. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം എവിടെയാണ്? ശരി ഉത്തരം പൈനാവ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യലക്ഷ്യമായി പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതി. ശരി ഉത്തരം 5-ാം പദ്ധതി. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം. ശരി ഉത്തരം കാൽസ്യം. ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരം ഏതാണ്? ശരിയുത്തരം മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന. ലോക വയോജന ദിനം. ശരി ഉത്തരം ഒക്ടോബർ 1. ലോക്സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം. ശരി ഉത്തരം ചന്ദ്രാനി മുർമു. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞ വ്യക്തി. ശരി ഉത്തരം ബാലഗംഗാധര തിലകൻ. മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ നിർമ്മിക്കുന്ന വിറ്റാമിൻ. ശരി ഉത്തരം വിറ്റാമിൻ ഡി. അറേബ്യൻ സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും ഒന്നിച്ചു ചേരുന്ന സ്ഥലം. ശരി ഉത്തരം കന്യാകുമാരി. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. ശരി ഉത്തരം ഹോക്കി. കുന്തലത എന്ന നോവൽ എഴുതിയത് ആര്? ശരി ഉത്തരം അപ്പു നെടുങ്ങാടി. കേരള നിയമസഭയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. ശരി ഉത്തരം EMS നമ്പൂതിരിപ്പാട്. സൂര്യനസ്തമിക്കാത്ത രാജ്യം എന്നറിയപ്പെടുന്നത്. ശരി ഉത്തരം ബ്രിട്ടൻ. ഇത് മനുഷ്യന്റെ ചെറിയ കാൽവെപ്പാണ്.
പക്ഷേ മാനവരാശിക്ക് ഒരു കുതിച്ചുചാട്ടമാണ്. ആരുടെ വാക്കുകൾ? ശരി ഉത്തരം നീൽ ആംസ്ട്രോങ്. തെലുങ്കു സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? ശരി ഉത്തരം ആന്ധ്രാപ്രദേശ്. താഴെ കൊടുത്ത ഏതു വിഭാഗത്തിലാണ് സൂര്യൻ ഉൾപ്പെടുന്നത്? ശരി ഉത്തരം നക്ഷത്രം. വെള്ളത്തിൽ ഉൾപ്പെടുന്ന ഒരു വാതകമാണ്? ശരി ഉത്തരം ഹൈഡ്രജൻ. വേരുവഴി പ്രജനനം നടത്തുന്ന ഒരു സസ്യമാണ്? ശരി ഉത്തരം ശീമപ്ലാവ്. 1000 ഗ്രാം സ്വർണത്തിൽ ശുദ്ധ സ്വർണം ഗ്രാം ഉണ്ടായിരിക്കും? ശരി ഉത്തരം 916 ഗ്രാം. വെളുത്ത സ്വർണം എന്ന പേരിൽ അറിയപ്പെടുന്ന ലോഹം? ശരി ഉത്തരം പ്ലാറ്റിനം. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്? ശരി ഉത്തരം ജൂൺ 5. സസ്യങ്ങൾക്ക് പച്ചനിറം നൽകുന്ന വർണ്ണകമാണ്? ശരി ഉത്തരം ഹരിതകം. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? ശരി ഉത്തരം മയിൽ. മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്നെടുത്തതാണ്? ശരി ഉത്തരം അറബി. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്? ശരി ഉത്തരം തെർമോമീറ്റർ. ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്? ശരി ഉത്തരം ക്ഷയം. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ്? ശരി ഉത്തരം നൈട്രജൻ. ഹരിതകമില്ലാത്ത ഒരു സസ്യവർഗമാണ്? ശരി ഉത്തരം കൂൺ. ചെറുനാരങ്ങയിൽ അടങ്ങിയ ആസിഡ്? ശരി ഉത്തരം സിട്രിക് ആസിഡ്. അറേബ്യൻ സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും ഒന്നിച്ചു ചേരുന്ന സ്ഥലം? ശരി ഉത്തരം കന്യാകുമാരി. സസ്യങ്ങൾ ആഹാരനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ്? ശരി ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. കോമൺവെൽത്ത് രാഷ്ട്രത്തലവന്മാരുടെ 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉച്ചകോടി ഏത്? ശരി ഉത്തരം ചോഗം. 2013 ബുക്കർ പുരസ്കാരത്തിന് അർഹമായ താരം? ശരി ഉത്തരം എലീനർ കാറ്റൻ. 2013 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹമായ സംഘടന? ശരി ഉത്തരം NCW. ഇന്ത്യയുടെ പ്രഥമ പര്യവേഷണ പേടകം? ശരി ഉത്തരം മംഗൾയാൻ. ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ മൂന്നാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം? ശരി ഉത്തരം രോഹിത് ശർമ്മ. മണലെഴുത്ത് എന്ന കൃതിക്ക് സരസ്വതി സമ്മാനം ലഭിച്ചത്? ശരി ഉത്തരം സുഗതകുമാരി. രാജ്യത്തെ ആദ്യ ശില്പ നഗരമായി പ്രഖ്യാപിതമായ സ്ഥലം? ശരി ഉത്തരം കോഴിക്കോട്. നിങ്ങളെന്നെ കോൺഗ്രസാക്കി എന്ന പുസ്തകം എഴുതിയതാര്? ശരി ഉത്തരം A.P. അബ്ദുള്ള കുട്ടി. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്? ശരി ഉത്തരം M. വിശ്വേശ്വരയ്യ. കമ്പ്യൂട്ടർ മൗസിന് രൂപം നൽകിയതാര്? ശരി ഉത്തരം ഡഗ്ലസ് എൻഗൽബർട്ട്. ഗീർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ശരി ഉത്തരം ഗുജറാത്ത്. ആം ആദ്മി പാർട്ടി സ്ഥാപിച്ചതാരാണ്? ശരി ഉത്തരം അരവിന്ദ് കെജ്രിവാൾ. താഴെ പറയുന്നവയിൽ ഏതാണ് ദൂരദർശന്റെ മുദ്രാവാക്യം?
ശരി ഉത്തരം സത്യം ശിവം സുന്ദരം. നർമ്മദ ജാവോ ആന്തോളനവുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രവർത്തക. ശരി ഉത്തരം മേധാ പട്കർ. ദാസിയാട്ടം എന്നറിയപ്പെടുന്ന തെക്കേ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തം. ശരി ഉത്തരം മോഹിനിയാട്ടം. ഇന്ത്യയിൽ ആദ്യത്തെ ജംബോ പാസഞ്ചർ ട്രെയിൻ ഏത്? ശരി ഉത്തരം തമിഴ്നാട് എക്സ്പ്രസ്. ഉനിഷേ ഏപ്രിൽ എന്ന സിനിമ ഇവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരി ഉത്തരം തതുപർണ ഘോഷ്. ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്നത്? ശരി ഉത്തരം ദേവിക റാണി. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിലവിൽ വന്നതെന്ന്? ശരി ഉത്തരം 1975. ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്? ശരി ഉത്തരം ഏപ്രിൽ 1. ബാലപീഡന കേസുകൾ വിചാരണ ചെയ്യാൻ രാജ്യത്തെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥിതി ചെയ്യുന്നത്? ശരി ഉത്തരം കൊച്ചി. ഭോപ്പാൽ ഗ്യാസ് ദുരന്ത സമയത്ത് യൂണിയൻ കാർബൈഡ് കോർപ്പറേറ്റിന്റെ ചെയർമാൻ ആരായിരുന്നു? ശരി ഉത്തരം വാറൻ ആൻഡേഴ്സൺ. ദിശ സൂചിപ്പിക്കാനുപയോഗിക്കുന്ന ഉപകരണമേത്? ശരി ഉത്തരം കോമ്പസ്. Please like and subscribe.